കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് ഒരു സംഘടന ചട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളനുസരിച്ചാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ആ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഈ സംഘടനയിലെ ലക്ഷക്കണക്കിന് പെൻഷൻ സുഹൃത്തുക്കളെ കൃത്യമായി അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്കും ശേഷം സംഘടന അവിടെ നടന്ന നടപടിക്രമങ്ങളും ഭാവി പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മുഴുവൻ അംഗങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് തലത്തിൽ കൺവെൻഷനിൽ വിളിച്ചു. ഇത് ദീർഘനാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ഒരു കലണ്ടർ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള പ്രത്യേകതയാണ് പെൻഷൻകാരുടെ വലിയ കൂട്ടായ്മയായിട്ടുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉള്ളത്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും തന്നെ വാലാകാതെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലാകാതെ തികച്ചും സ്വതന്ത്രമായ നിലപാടിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ ആ സംഘടന പ്രവർത്തിക്കുമ്പോൾ സംഘടനയുടെ കലണ്ടർ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം എടുക്കുന്ന തീരുമാനങ്ങൾ അത് പലപ്പോഴും പ്രക്ഷോഭമുണ്ടാവാം, മറ്റ് സംഘടനാ പരിപാടികളുണ്ടാവും. അത് കൃത്യമായിട്ട് താഴെ തലം വരെ നടത്തുക. അത് യൂണിറ്റുകളാണ് സംഘടനയുടെ അടിസ്ഥാന ഘടകം. അവിടെ ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സംഘടനയ്ക്ക് നിലനിൽക്കും. പ്രാഥമികമായിട്ടുള്ള യൂണിറ്റിലെ സംഘടനയുടെ അംഗങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് കലണ്ടർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്ന പോലെ മെമ്പർഷിപ്പിന് ഒരു വലിയ ഘടകം. അതുപോലെ തന്നെ കുടുംബമേള, ഈ സംഘടനയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബമേള സംഘടിപ്പിക്കുന്നുണ്ട്. മാതൃഭാഷ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു പ്രസ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിലും മുതിർന്ന പൗരന്മാരായിട്ടുള്ള പെൻഷൻകാരുടെ സംഘടന കൃത്യമായി എല്ലാ വർഷവും മാതൃഭാഷാ ദിനം യൂണിറ്റ് തലത്തിലുൾപ്പെടെ ആചരിക്കുകയാണ്. മാത്രമല്ല, വയോജന ദിനം, വയോജനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള വയോജന ദിനം അത് എല്ലാ വർഷങ്ങളിലും ഒക്ടോബർ മാസത്തിൽ അത് നടക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ബഹുവിധ പരിപാടികൾ ഇത് നടത്തിക്കൊണ്ട് വർഷം സമ്മേളനം നടത്തിക്കൊണ്ട് ആ സമ്മേളനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും താഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രക്ഷോഭങ്ങൾ, സംഘടനയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം പലപ്പോഴും വേണ്ടി വരും. പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒരു ദിവസം വീണ്ടുമെടുത്തപ്പോൾ കിട്ടിയതല്ല. പ്രായത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് നിരാഹാര സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നേടിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് പെൻഷൻകാരനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്ഥാനം സാമൂഹ്യ പ്രതിബദ്ധത ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. സമൂഹത്തിലെ മറ്റിതര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ വീഡിയോ ഉൾപ്പെടെ വെച്ചു കൊടുത്തുകൊണ്ട് സാന്ത്വന പ്രവർത്തനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും കരുത്തും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.